രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങിയിത വാനദൂതരോടണിചേരാം ആത്മബലിയർപ്പിക്കാം. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങിയിത വാനദൂതരോടണിചേരാം ആത്മബലിയർപ്പിക്കാം. പൂർണ്ണാത്മാവാലാരാധിക്കാം സുരഭില കാഴ്ചകളേകാം. പൂർണ്ണാത്മാവാലാരാധിക്കാം സുരഭില കാഴ്ചകളേകാം. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങിയിത വാനദൂതരോടണിചേരാം ആത്മബലിയർപ്പിക്കാം. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങിയിത വാനദൂതരോടണിചേരാം ആത്മബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തപസ്കാലത്തിലെ 5-ാം ഞായർ ലാസർ ഞായർ എന്നറിയപ്പെടുന്നു. ലാസറിനെ ഉയർപ്പിച്ച സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നതും. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു എന്നരുൾ ചെയ്ത ആ ദിവ്യനാഥൻ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം അവിടുത്തെ മഹത്വപ്പെടുത്തലും ഈ ലോക ജീവിതത്തിന് ശേഷം അവിടുന്നാൽ മഹത്വപ്പെട്ട ഒരു സ്വർഗത്തിൽ അവകാശം പ്രാപിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ആയിരിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ ഉണ്ടാവാം. അവയെല്ലാം കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഏറെ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തീയനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയസുതൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതേ സ്നേഹത്തിൽ ഞങ്ങളും അങ്ങേ സഹായത്താൽ ഉത്സാഹപൂർവ്വം ചരിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനോ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. സഹോദരരെ, ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബെഥനായിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളുകളെ അയച്ചു.
അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മാർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം. ലാസർ സംസ്കരിക്കപ്പെട്ട് 4-ാം ദിവസം ആയെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, ഇവൻ എത്രമാത്രം ഇവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന് കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിൻ്റെ മേൽ ഒരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുനാഥൻ മരിച്ചവനെ ഉയർപ്പിച്ചതാണ്, ലാസറിനെ ഉയർപ്പിച്ചത്. ഇവിടെ സുവിശേഷങ്ങളിൽ 3 ഇടങ്ങളിലാണ്, അല്ലെങ്കിൽ 3 പേരെയാണ് യേശുനാഥൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഒരു വിധവയുടെ പുത്രനെ, ജൈറോസിൻ്റെയും കൊച്ചിനെയും. പ്രിയപ്പെട്ടവരെ, 3-മതായിട്ട് കാണുന്നതാണ് ലാസറിൻ്റെ ഉയർപ്പ്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഈ ലോകത്തിൽ നിന്നും മരിച്ചവനെ ഉയർപ്പിക്കുവാനായിട്ട് കഴിവുള്ളവനാണ്
ക്രിസ്തു എന്ന് വളരെ അർത്ഥവക്തമായ രീതിയിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. സാധാരണയായിട്ടും ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് 4 തരത്തിലുള്ള മരണമാണ് ഒരു വ്യക്തിയിലുള്ളത് എന്നാണ്. ആദ്യത്തെ മരണം എന്ന് പറയുന്നത് അവൻ ജനിക്കുമ്പോൾ തന്നെയാണ്. ഉദ്ഭവ പാപം വഴി അവൻ പാപത്തിൽ മരണമടയുന്നു എന്ന്. രണ്ടാമതായിട്ടുള്ള മരണം എന്നുള്ളത് അത് സാധാരണയായിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉള്ള ലംഘനം മൂലമാണ്. മോറൽ ഡെത്ത് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് അതായത് മനസാക്ഷിയിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ ലംഘനമാണ് ഈ മരണം എന്ന് പറയപ്പെടുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അതായത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളുടെ ദൈവകൽപ്പനകളുടെ ലംഘനം വഴിയാണ് മരണം സംഭവിക്കുന്നത്. ഇനി 4ാമത്തെ മരണം എന്ന് പറയുന്നത് കൃപയിൽ നിന്നുള്ള ഒരു മരണമാണ്. അതായത് നിയമങ്ങളുടെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണത്തിനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, ഹൃദയത്തിൽ പോലും പാപം ചെയ്യരുത്. ഹൃദയത്തിൽ പോലും പാപം ചെയ്യുമ്പോൾ നിന്നിലുള്ള കൃപയാണ് ചോർന്നു പോകുന്നത്, അവസാനിച്ച് പോകുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഈ 4 തരത്തിൽ മരണപ്പെടുന്നവരെയും ഒരുപോലെ ഉയർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നവനാണ് യേശുനാഥനെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം അവിടെ നിന്ന് അരുൾ ചെയ്തിട്ടുണ്ട്, ഞാൻ പുനരുദ്ധാനവും ജീവനും ഞാനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഈ എല്ലാ അവസ്ഥയിലുള്ള മരണവും അതായത് ഒരു ജീവൻ്റെ പൂർണ്ണത എന്ന് പറയുന്നതും അതുപോലെ തന്നെ നിത്യജീവൻ എന്ന് പറയുന്നതും ഒരുവൻ കൈവരുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ഒരു നിത്യജീവൻ അത് അംഗീകരിക്കാൻ പറ്റാത്തവർക്ക്, അതായത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു ഉയർപ്പ് യേശുവിലൂടെ സംജാതമാകണമായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും കണ്ടറിഞ്ഞിട്ടില്ല. ആരും കണ്ടറിയപ്പെടാത്ത ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ തരത്തിലുള്ള കുറച്ച് അത്ഭുതമെങ്കിലും പ്രവർത്തിക്കണമായിരുന്നു. ആയതിനാൽ യേശു 3 ഇടങ്ങളിലായിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഉദ്ഭവ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നത്? അത് ജ്ഞാനസ്ഥാനത്തിലൂടെയാണ്. കാരണം യേശുനാഥൻ തന്നെ മനുഷ്യനായി പിറന്നുകൊണ്ട് ജ്ഞാനസ്ഥാനത്തിന് വിധേയമായിക്കൊണ്ട് അവൻ ജീവിക്കുന്നു. അതിലൂടെ മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുരഞ്ജന കുദാശിയായിട്ട് അത് മാറുകയാണ്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, പ്രകൃതി നിയമങ്ങളോടുള്ള തെറ്റുകൾ സംഭവിക്കുന്നത്, പാപം ചെയ്യുന്നത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ്. എന്താ? രക്തബന്ധത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ സഹജീവികളോട് അനീതി പ്രവർത്തിക്കുക എന്നുള്ളത്, ക്ഷമിക്കണം എന്നാണ് അതിന് ഓപ്പോസിറ്റായിട്ട്. അതായത് നീ മരണം അവന് കൊടുക്കുന്നത് അവനോട് നീതികേട് കാണിക്കുമ്പോഴാണെങ്കിൽ നീ നീതി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അവരോടും ചെയ്യുവിനെന്നാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് കടന്നു വരുന്നതാണ് അതായത് കൃപയിൽ നിന്നുള്ളൊരു മരണം. ഹൃദയത്തിൽ പോലും തിന്മ ചിന്തിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ആവുന്നില്ല, മറിച്ച് അത് ഹൃദയത്തിലാകുന്നു. അപ്പോൾ യേശുനാഥൻ പറയും, ഹൃദയ പരമാർത്ഥതയാണ് അവിടെ നിന്ന് അന്വേഷിക്കുന്നത്. ഹൃദയത്തിൽ പോലും പാപം ചെയ്യരുതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവ മൂന്നും ഒരു വ്യക്തിയിലൂടെ പ്രാവർത്തികമാകപ്പെടുമ്പോഴാണ് അവൻ കൃപയിൽ നിൽക്കുന്നത്. മൂന്നുമില്ലെങ്കിൽ കൃപയിൽ നിന്നുള്ള ഒരു വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ കൃപയിൽ നിന്നായാലും ആദ്യ പാപത്തിൽ നിന്നായാലും ഈ ലോകത്തിലെ ശാരീരികമായിട്ടുള്ള വേർപാടായാലും ഇതിനെല്ലാം അതിജീവിക്കുവാൻ കഴിയുന്നവനാണ് യേശുനാഥൻ
എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൻ ഈ അത്ഭുതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലാസറിൻ്റെ മരണത്തിലൂടെയും ഇത് തന്നെയാണ് കാണുന്നത്. എന്നാണ് അവൻ്റെ ശരീരത്തിൻ്റെ അകമ്പടിയോടുകൂടെ തന്നെ അവനെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. അതും 4-ാമത്തെ ദിവസം എന്നാണ് പറയുന്നത്. 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദ നിയമപ്രകാരം അവർ വിശ്വസിച്ച്, അവരുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് അവർ വിശ്വസിച്ചിരുന്ന കാര്യം, ഒരുവൻ മരിച്ചാലും 3 ദിവസത്തോളം കാലം അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിന് ചുറ്റും തന്നെ ആയിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശുനാഥൻ മരിച്ചതിന് 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൻ യഹൂദ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് അവൻ ഇനി ജീവിതത്തിലേക്ക് വരുന്നില്ല. 3 ദിവസങ്ങൾ കഴിഞ്ഞു, അവൻ്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയി. ആ സമയത്താണ് യേശുനാഥൻ വന്ന് അവനെ ഉയർപ്പിക്കുന്നത്. അല്ലാതെ അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്നും അവനിൽ നിന്ന് വിട്ടുപോയില്ല. ആ സമയത്താണ് വന്ന് യേശുനാഥൻ ഉയർപ്പിച്ചു എന്ന് ഉള്ളൊരു വിശ്വാസം കടന്നു വരികയാണെങ്കിൽ ജനങ്ങൾക്ക് അത്രമാത്രം മതിപ്പോ വിശ്വാസമോ ഉണ്ടാവുകയില്ല. അതാണ് 4 ദിവസം അവൻ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീടാണ് അവൻ മരിച്ച ലാസറിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അവനെ ഉയർപ്പിക്കുന്നത്. ഇതിലൂടെ യേശുനാഥൻ ജനത്തിന് കൊടുക്കുന്ന ഒരു വിശ്വാസം, ഒരു ആത്മീയത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ അവനെ ജീവിപ്പിക്കുവാനായിട്ട് കഴിയും. ആയതിനാൽ അവൻ്റെ രാജ്യത്ത് നിത്യജീവന് വേണ്ടി തീർച്ചയായിട്ടും അവനത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് ഈ യഹൂദർ പോലും ഇവിടെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുകയാണ്, യഹൂദരിൽ പലരും അവൻ്റെ ഈ പ്രവർത്തനം കണ്ട് അവനിൽ വിശ്വസിച്ചു എന്ന് പറയുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയിരിക്കുന്ന കൃപകളുടെ ഓരോ എണ്ണമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നുണ്ട്, അവൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ഈ ഭൂമിയിലെ ഒരു പുസ്തകത്തിനും സാധിക്കുകയില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നിരുന്നാൽ പോലും കൃപയ്ക്ക് ആവശ്യമായത് സുവിശേഷങ്ങളിൽ നൽകപ്പെടുന്നുണ്ട്. അത് വായിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹത്തോടെ, നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ അവൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്ന് തിരുസഭ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലുള്ള തിരുരൂപങ്ങളെല്ലാം മറച്ചു വയ്ക്കപ്പെടുകയാണ്. കാരണം എന്താണ്? നിത്യജീവൻ നൽകുവാൻ സാധിക്കുന്നവൻ യേശുവാണെന്ന് സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അവനെയാണ് ഇനി മധ്യസ്ഥ പ്രാർത്ഥനകളല്ല വിശുദ്ധരുടെയൊക്കെ, മറിച്ചോ ആ നിത്യജീവൻ നൽകാൻ ഈ ലോകത്തിലേക്ക് വന്നവൻ്റെ ആ പീഡാസഹനങ്ങളെ, കുരിശുമരണത്തെ, അതിലൂടെ ഉത്ഥാനത്തെയെല്ലാം കൃത്യമായി യേശുവിൽ, ക്രിസ്തുവിൽ കേന്ദ്രീകരമായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവം. അപ്പോൾ ഈ രക്ഷാകര പദ്ധതിയിൽ ധ്യാനിച്ചുകൊണ്ട്, ആ പദ്ധതികളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ വിശുദ്ധ ബലിയിലായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ
ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനാ പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, പെസഹ മഹോത്സവം ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിനോട് കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം എല്ലാവരും ജ്ഞാനസ്ഥാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ ദിവ്യ രഹസ്യത്തിൽ സമൃദ്ധമായി പങ്കുചേരുവാൻ കഴിയുമാറാകട്ടെ. തിരുസഭയുടെ പാലക, വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഏറെ പ്രത്യേകിച്ച് ഞങ്ങൾക്കായി കരുണയുടെ ഈ ബലിയർപ്പിക്കുന്ന ജോഷിയച്ചനെയും
അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ദൈവജനത്തെ വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൃപയും എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിനും അതുവഴി ദൈവപുത്രൻ്റെ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികൾ അങ്ങിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എളിയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ദൈവമക്കൾക്ക് അനുസൃതമായി സ്വാതന്ത്ര്യത്തിൽ വളർന്ന് നിത്യം ജീവിക്കുവാനുമുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ഈ നോമ്പാചരണത്തിൽ ലോകസമാധാനത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹനാഥ, വിവിധ രാജ്യങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പരിശ്രമിക്കുവാനും സത്യത്തിലും നീതിയിലും ജീവിക്കുവാനും സമാധാനപൂർണമായ ഭരണം കാഴ്ചവെക്കുവാനും അവരെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമേകുന്ന ദൈവമേ, രോഗം, ദാരിദ്ര്യം, വാർദ്ധക്യം എന്നിവയാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഒറ്റപ്പെടലുകളിൽ കൂട്ടായും സഹനങ്ങളിൽ സാന്ത്വനമായും കടന്നു വന്ന് അങ്ങേ കുരിശിനൊപ്പം അവരുടെ വേദനയും സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും യാതൊരൊരുക്കമില്ലാതെ മരിച്ച സകലരുടെയും തെറ്റുകൾ പുറത്ത് സ്വർഗത്തിൽ അങ്ങേ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ സഭയുടെ പ്രാർത്ഥനകളിൽ കരുണയായിരിക്കുകയും അങ്ങേ ശരണം പ്രാപിക്കുന്ന ഹൃദയങ്ങൾ കനിവാർന്ന് തൃക്കൺ പാർക്കുകയും ചെയ്യണമേ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളായി തീർന്ന് അങ്ങ് അനുഗ്രഹിക്കുന്നവർ അങ്ങേ സഹായം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാൻ. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാൻ.
സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം എൻ നിലവിൽ നിന്നുതിരും മിഴിനീർ എൻ മനസ്സിൻ്റെ ദുഃഖങ്ങൾ ചൊല്ലും എന്നും നിനക്കേകിടുവാനായി എൻ കഥനവും കണ്ണീരും മാത്രം സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേകാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ശ്രവിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങളാൽ അങ്ങ് നിവേശിപ്പിച്ച അങ്ങേ ദാസരെ ഈ ബലിയുടെ പ്രവർത്തനം വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതോചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ യഥാർത്ഥ മനുഷ്യനായ അവിടുന്ന് തൻ്റെ സ്നേഹിതനായ ലാസറിന് വേണ്ടി കരയുകയും നിത്യനായ ദൈവം അവനെ കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യവർഗത്തോട് അലിവ് തോന്നി ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങളെ പൊതുജീവിതത്തിലേക്ക് നയിക്കുന്നുവല്ലോ. ആകയാൽ അവിടുന്ന് വഴി അങ്ങേ സന്നിധിയിൽ നിത്യമായി ആഹ്ലാദിക്കുവാൻ മാലാഖവൃന്ദം അങ്ങേ മഹിമയെ ആരാധിക്കുന്നു. അവരുടെ ഗണത്തോട് ഞങ്ങളുടെ സർവ്വം ചേരുവാൻ കൽപ്പിച്ച് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ഒരുമിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാരും നിത്യമായി മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾ എപ്പോഴും അവിടുത്തെ അംഗങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ ദാനം പ്രതീക്ഷിക്കുന്ന അങ്ങേ ജനത്തെ ആശീർവദിക്കുകയും അങ്ങേ പ്രചോദനത്താൽ അവർ ആഗ്രഹിക്കുന്നത് അങ്ങേ ഔദാര്യത്താൽ പ്രാപിക്കുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.